ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വനിതേൻ്റെ ബുക്കുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വനിതേൻ്റെ ബുക്ക് വെച്ചിട്ട് നമ്മളൊരു കൊട്ട മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നതാണ്. ഓണമൊക്കെയാണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ ഓണമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. ഓണത്തിന് നമ്മുടെ പൂക്കൊട്ട ഉണ്ടാവുമല്ലോ, പൂവൊക്കെ പറിക്കാൻ പോകുമ്പോൾ ചെറിയ കുട്ടികളുടെ കയ്യിലൊക്കെ കൊടുക്കുന്ന ഒരു പൂക്കൊട്ട പോലെ സംഭവം. ആ ഒരു കൊട്ട ഓല കൊണ്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ എന്തായാലും ഓലയില്ല. അപ്പോൾ ഈ ഒരു ബുക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബുക്കിൽ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഒരു കൊട്ട പോലെ മെടഞ്ഞെടുക്കാനാവുമെന്ന് നോക്കാം. അപ്പം ഈ ഒരു ബുക്ക് കണ്ടപ്പോൾ തോന്നുന്ന ഐഡിയയാണ്. ഞാൻ മുൻപ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല, എന്താവുന്നതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും സക്സസ് ആയാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കൊട്ട ഉണ്ടാക്കി നോക്കാം. അപ്പം ഞാനിത് ആ ഒരു വനിതേൻ്റെ പേപ്പറിൽ നിന്നും ഇതേപോലെ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ പേപ്പറും നമ്മൾ ഇതേപോലെ 4 ആയിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു മടക്കുക, എന്നിട്ട് വീണ്ടും അതിനെ ഒരു കൂടെ മടക്കുന്ന ടൈമിൽ ഇതേപോലെ കിട്ടും. എന്നിട്ട് നമ്മൾ അതിന് 4 പീസാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു പേപ്പറിൽ നിന്ന് നമുക്ക് ഇതേപോലെ 4 പീസ് കിട്ടും, വിലങ്ങനെയുള്ള 4 പീസ്. ഇനി നമ്മൾ ഓരോരോ പീസും വീഡിയോയിൽ കാണുന്നത് പോലെയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ 3 ആയിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൊട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി പീസ് ഇതേപോലെ ആവശ്യമാണ്. നമ്മൾ എല്ലാ പീസും ഇതേപോലെ 3 ആയിട്ട് മടക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് 2-3 എണ്ണം എടുക്കുന്നത് മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ, കാരണം വീഡിയോ ഭയങ്കര ലാഗായി പോകല്ലോ. ഇനി ഇതേപോലെ മടക്കിയതിന് ശേഷം നമ്മൾ പശ കൊണ്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഒട്ടിച്ചിട്ട് ആ ഒരു ഭാഗം നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതങ്ങനെ നമ്മൾ ഇത്രയും അധികം പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എത്ര പീസ് അങ്ങനെയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് എണ്ണമൊന്നും എടുത്തിട്ടുണ്ടായില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത്രയും എണ്ണം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടിച്ച് നന്നായിട്ട് ഇതാക്കിയതാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഉടയണം, അതായത് ആ ഒരു ഷേപ്പ് നമുക്ക് ഓല പോലെ കിട്ടണമല്ലോ. ജസ്റ്റ് ആ ഒരു പേപ്പറിൻ്റെ സ്റ്റിഫ്നെസ് ഒക്കെ മാറിയിട്ട് ജസ്റ്റ് ഒന്ന് ഓല പോലെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊടുക്കുന്ന ടൈമിൽ അത് നല്ല ഒരു ഫ്ലെക്സിബിളായിട്ട് കിട്ടും. അപ്പോൾ അത് അങ്ങനെ നമ്മൾ എല്ലാ പീസും അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു പേപ്പറിൻ്റെ ഒരു ലെങ്ത്തിൽ ആ ഒരു രീതിയിലാണ് ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇതാ നമ്മൾ ഇനിയുള്ള ഓരോ പീസും നമ്മൾ ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഓലയൊക്കെ മടയുന്ന ടൈമിലുള്ള നമ്മൾ എങ്ങനെയാണോ മടയുന്നത് ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മുൻപ് ഓല പോലും മടഞ്ഞിട്ടുള്ള ഒരു പരിചയമൊന്നുമില്ല. ഞാൻ മുൻപ് അങ്ങനെ കൊട്ടയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ജസ്റ്റ് എൻ്റെ ഐഡിയ ഇങ്ങനെ ആയിരിക്കും തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് നമ്മൾ ഒറ്റ നടുക്കിൽ നിന്നാണ്. ഇത് നമ്മൾ ഒരറ്റത്ത് നിന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് പാടില്ല, കാരണം അത് മടഞ്ഞ് കിട്ടുന്ന ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അറ്റത്ത് നിന്ന് മടഞ്ഞാൽ. അപ്പോൾ നടുക്ക് കൊണ്ടുവച്ചിട്ട് ഇതേപോലെ ഓരോന്നായിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ വെക്കുക. ആ ഒരു ഇതിനെന്താ നമ്മൾ വിളിക്കുക, ഇപ്പോൾ തണ്ടെന്ന് വിളിക്കുക. ആ ഒരു തണ്ട് നമ്മൾ വെച്ചു. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചു. എന്നിട്ട് അത് അടുത്തത് മേലെയായിട്ട് വെക്കും. പിന്നെ അടുത്തത് നമ്മൾ ഇതേപോലെ അടിയിലായിട്ട് വെച്ച് കൊടുക്കും. അടുത്തത് മേലെയായിട്ട് വരും, അടുത്തത് അടിയിലായിട്ട് പോവും. അങ്ങനെയാണ് നമ്മളിത് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. ഇതിങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് നമ്മൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നീക്കി നോക്കുക. പിന്നെ അടിയിലത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നന്നായിട്ട് അതിനൊരു ജസ്റ്റ് ഒരു ബലം കൊടുത്തിട്ട് വേണം നമ്മൾ മേലത്തെ മടയാൻ വേണ്ടിയിട്ട്. കാരണം അത് നീങ്ങി പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അത് ശ്രദ്ധിച്ചിട്ട് ജസ്റ്റ് അതൊക്കെ ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇതേപോലെ ഒന്ന് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. അത് നേരെയൊക്കെ ആക്കി ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് കാണുന്ന ടൈമിൽ വിചാരിക്കുമ്പോൾ ഈസി ആണെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇത് ഭയങ്കര പാടാണ്. കാരണം അത് നമ്മളിങ്ങനെ മടഞ്ഞു വരുന്ന ടൈമിൽ ഫസ്റ്റത്തത് 2-3 കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. പിന്നെ നമ്മൾ ഓരോന്നോരോന്ന് മടഞ്ഞു വരുമ്പോൾ ഒരു 3-4 ആകുന്ന ടൈമിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം അതങ്ങനെ നീങ്ങിപ്പോവില്ല. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ടൈമിൽ 1-2 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് ഈസിയാണ്, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ നമ്മളത് ഫുള്ളായിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ തവണ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോഴും താഴത്തെയും മുകളിലത്തേക്കും ആ ഒരു റോ ഒക്കെ നോക്കിയിട്ട് ജസ്റ്റ് നീക്കി അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും, ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യണം എന്നുള്ളത് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഞാൻ വീഡിയോസൊന്നും കാണിക്കുന്നില്ല, കാരണം വീഡിയോ ലാഗായി പോകുമല്ലോ. ഈ ഒരു ഐഡിയയിൽ നിങ്ങൾ ചെയ്താൽ മതി. ഇനി നമ്മൾ അതൊക്കെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അറ്റം ഉണ്ടല്ലോ, നമ്മൾ മടക്കിയിട്ട് ബാക്കി വരുന്ന ആ ഒരു അറ്റം ഉണ്ടാവും. ആ ഒരു അറ്റം നമ്മൾ ഇതേപോലെ അടിയിലേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റേപ്ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റത്തെ റോള് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു റോളുള്ള ചെയ്ത് കഴിഞ്ഞാൽ
അല്ലെങ്കിൽ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കണം. ജസ്റ്റ് പിന്നെയും നീക്കാനൊക്കെ ഉണ്ടാവും, കാരണം ഗ്യാപ്പ് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് എല്ലാം നീക്കി റെഡിയാക്കിയിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇതേപോലെ സ്റ്റേപ്ലർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു സൈഡ് സ്റ്റേപ്ലർ ചെയ്തു, പിന്നെ അടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് പിന്നെ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മളിതാ 4 ഭാഗവും ഫുള്ളായിട്ട് സ്റ്റേപ്ലറൊക്കെ അടിച്ചിട്ട് അതൊരു പായിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഒരു പായയുടെ ഒക്കെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്കിത് കൊട്ടയാക്കിയിട്ട് മെടഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു കോണിൽ നിന്ന് നമ്മൾ ഇതേപോലെ ഒരു ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ജസ്റ്റ് ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തു. എന്നിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ നടുവിലേക്ക് നമ്മൾ ഇതേപോലെ കൊണ്ടുവന്നു. ഇനി അത് നമ്മൾ അവിടെ സെക്യൂർ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് സ്റ്റേപ്ലറിനെ ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ ജസ്റ്റ് പിന്നടിച്ചിട്ട് നിർത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ടും ചെയ്യാം. എൻ്റെ അടുത്ത് സ്റ്റേപ്ലർ ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇനിയുള്ള 3 വശങ്ങളും കൂടെ 4 വശങ്ങളും കൂടെ നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റേപ്ലർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊക്കെ സ്പീഡാക്കിയിട്ടാണ് കാണിക്കുന്നത്, കാരണം എല്ലാ വശങ്ങളും നമ്മൾ ഒരേപോലെ തന്നെയാണല്ലോ മടക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പിൻ ചെയ്ത് വെച്ചപ്പോൾ നമ്മുടെ കൊട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയുള്ളത് പെയിൻറ്റിങ് പരിപാടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഗ്രീൻ കളർ പെയിൻ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രീൻ കളർ പെയിൻറ്റ് ഞാൻ അടിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് പെയിൻറ്റ് മാത്രമല്ല, അത് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഡയലൂട്ട് ചെയ്തിട്ടാണ് ഈ ഒരു പെയിൻറ്റ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വെള്ളം ചേർക്കുന്ന ടൈമിൽ അധികം വെള്ളം ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, കാരണം ഇതൊരു പേപ്പർ ആയതുകൊണ്ട് തന്നെ അത് കുതിർന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഡ്രൈ ആവാനും നല്ല ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഞാനൊരു തുള്ളി വെള്ളമാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിയിലൊന്നും ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പുറമേ കാണുന്ന സൈഡിലൊക്കെ ഞാൻ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തു. അങ്ങനെ കൊട്ട ഇവിടെ റെഡിയായി. ഇതിന് ഇനി വള്ളി വേണം. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പീസ് ബാക്കി ഉണ്ടായിരുന്നു, ഒന്നല്ല അതിൽ കൂടുതൽ പീസ് ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ അതിലൊന്നിൽ ഇതേപോലെ ആ ഒരു കളർ കൂടെ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു കൊട്ടേൻ്റെ അത് വെച്ചിട്ട് അതിൻ്റെ വള്ളി കൂടെ ഞാൻ സെറ്റാക്കി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കൊട്ടേൻ്റെ ഫൈനൽ ലുക്ക്. പേപ്പർ കൊണ്ടുള്ള കൊട്ടേൻ്റെ ഫൈനൽ ലുക്ക് ഏകദേശം ഒരു നമ്മുടെ സാധാരണ ഓല കൊണ്ട് മടഞ്ഞിരുന്ന ആ കൊട്ടേൻ്റെ ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓണമൊക്കെ ആയല്ലോ, ഇതുപോലെയുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു. ഇനി എൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.